നമ്മൾ കൊള്ളുന്ന തണലോ നമ്മൾ കഴിക്കുന്ന ഫലങ്ങളോ ഒന്നും നമ്മളോ നമ്മുടെ തലമുറയിലുള്ളവരോ ഒരുക്കി വെച്ചതല്ല. നമ്മളിലേക്ക് എത്തിച്ചേർന്നതെല്ലാം അതേ മികവോടുകൂടി നമുക്ക് ശേഷം വരുന്നവരിലേക്ക് കൈമാറി കൊടുക്കുകയാണ് വേണ്ടത്. ആ ചിന്ത അതേ തീവ്രതയോടെ ജീവിതത്തിൽ പകർത്തിയ ഒരാളുണ്ട്, അസൈനാർ. മുറിച്ചിട്ട മരത്തിന്റെ കാതൽ കണ്ടിട്ടുണ്ടോ? അടുക്കടുക്കുകളായി ചെറിയ നിറഭേദത്തിൽ വളയങ്ങൾ പോലെ. ഓരോ അടുക്കുകളും ഓരോ കാലമാണ്. ഓരോ കാലത്തെയും ഓരോ അടുക്കുകളിലായി ഉള്ളിൽ കുറിച്ചിടുന്നുണ്ട് ഓരോ മരങ്ങളും. കണ്ണൂർ കാഞ്ഞിരോട്ടെ 10 ഏക്കറിൽ മാനം മുട്ടി നിൽക്കുന്ന മഹാഗണി മരങ്ങളുടെ കാതലുകളിൽ ഒരു കഥ കോറിയിട്ടിട്ടുണ്ടാകാം വരും കാലത്തോട് വിളിച്ചു പറയാൻ. തടിക്കച്ചവടക്കാരൻ അസൈനാരുടെ കഥ. ആ മനുഷ്യൻ മരങ്ങളോട്, മണ്ണിനോട് കടം വീട്ടുന്ന കഥ. തലമുറകളായി തടിക്കച്ചവടക്കാരാണ് അസൈനാരുടെ കുടുംബം. മുറിച്ചിട്ട മരങ്ങളോട്, അവയെ പോറ്റി വളർത്തിയ മണ്ണിനോട് തന്റെയും തന്റെ പൂർവ്വപിതാക്കളുടെയും കടപ്പാടു തീർക്കാൻ വിലയ്ക്കു വാങ്ങിയ 10 ഏക്കറിൽ അസൈനാർ വളർത്തിയെടുത്ത വനമാണിത്. 1.5 പതിറ്റാണ്ട് മുമ്പ് അസൈനാർ നട്ടുപിടിപ്പിച്ച ചെടികൾ ഇടതൂർന്ന് വളർന്ന് ഇരുൾ പരക്കുന്ന കാടായി മാറിയിരിക്കുന്നു. ഇതിപ്പോ ഒരു 15 വർഷമായിട്ടുള്ള പ്ലാനായിരുന്നു. ശരിക്കും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഏകദേശം മോർ ദാൻ 50 ഇയേഴ്സ്. ഞാനും എൻ്റെ ഫാദറും എല്ലാം മരക്കച്ചവടക്കാരാണ്. പക്ഷേ ഈ മരക്കച്ചവടം എന്ന് പറഞ്ഞാൽ മരം മുറിച്ച് മൈതാനാക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. മരം മുറിച്ചാൽ മരം അവിടെ ഉണ്ടാണോ കേട്ടില്ലേ? അപ്പോൾ ആ കാലം മുതലേ ഒരു മരം മുറിച്ചാൽ 10 മരം നമ്മൾ ആ ഏത് പ്ലാന്റിൻ്റെ അടുത്തോ മരം എടുക്കുന്നത് അവരെ കൊണ്ട് നടിക്കും. മഹാഗണിയും രക്തചന്ദനവും ഊതും പ്ലാവും തേക്കും ഭൂമിക്കുമേൽ തണൽ വിരിച്ചു നിൽക്കുന്നു. അവയുടെ ചില്ലകളിൽ കൂടുകൂട്ടിയ കിളികളും ഓടിക്കളിക്കുന്ന അണ്ണാക്കണ്ണന്മാരും താഴെ മെത്ത പോലെ വീണുകിടക്കുന്ന കരിയലകളും ഓരോ കാലടികളിലും തണുപ്പായി നമ്മുടെ മനസ്സിലേക്ക് പടർന്നു കയറും. പരിസരം നമ്മൾ ഒരു മരം മുറിക്കുന്നെങ്കിൽ അവിടെ 10 മരം നട്ടാൽ അതിൽ 5 മരമെങ്കിലും പൊന്തും. 10 പൊന്തിന്ന് വരില്ല കേട്ടില്ലേ? അപ്പോൾ എന്താ തന്നെ പരിസരം നശിക്കുന്നില്ല. പരിസരം പോലെ തന്നെ ഉണ്ടാവും. അതാണ് നമ്മൾ ഉദ്ദേശം. 10 ഏക്കർ പറമ്പിനെ ഇടതിങ്ങിയ വനമാക്കി മാറ്റിയെടുത്തത് വലിയ പ്രയത്നത്തിലൂടെയാണ്. ചെരിഞ്ഞ ഭൂമിയെ തട്ടുകളായി തിരിച്ചു. 2 വലിയ കിണറുകൾ കുഴിച്ചു. ഇലകൾ വീണടിഞ്ഞ മണ്ണിൽ വെള്ളം തങ്ങി നിന്നതോടെ മണ്ണിന്റെ ഘടന മാറി. പരിസര പ്രദേശത്തെ ആകെ ജലവിധാനമുയർന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ സംരക്ഷണം കൂടി അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കുഴി ഉണ്ടാക്കില്ലേ, ഇതിൽ മഴ പെയ്ത വെള്ളം ഒരു ഡ്രോപ്പ് പുറത്തേക്ക് പോകില്ല. ഈ പരിസരമുള്ള കൂട്ടർക്ക് മുഴുവനും കിണറ്റിൽ ഇതിന് ഗുണം കിട്ടും. നമുക്ക് ഈ മരത്തിനും ഗുണം കിട്ടും. മരത്തിന് എപ്പോഴും മോയ്ച്ചർ ഉണ്ടാവും. അതേപോലെ നമ്മൾ ചുറ്റുമുള്ള വീട്ടുകാർക്ക് മുഴുവനും വെള്ള സംരക്ഷണമായത് ഈ കുഴികൾ. കച്ചവടമറിയുന്നവനാണ് അസൈനാർ. 10 ഏക്കർ സ്ഥലത്ത് പൊന്നു വിളയിക്കാൻ അറിയാഞ്ഞല്ല അതിനെ ഇങ്ങനെ പരുവപ്പെടുത്തിയത്. ലാഭക്കണക്ക് നോക്കാൻ അസൈനാർ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. മരങ്ങൾ മാനം മുട്ട വളരുന്നതാണ് അതിലും വലിയ സന്തോഷം. ലാഭത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. ആദ്യം ചിന്തിക്കുന്നത് ഇത് ജീവിക്കാൻ പല കാര്യങ്ങളും ഇവിടെ വേറെ ചെയ്യാനുണ്ട്. പക്ഷേ ഇത് സംരക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതിയാണ്. പ്രകൃതിയെ ഇമ്പോർട്ടൻറ്റ്. മറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ മരത്തിൻ്റെ വാല്യൂ ഒന്നല്ല. ഒരിടത്ത് വെട്ടിമുടിക്കുമ്പോൾ മറ്റൊരിടത്ത് പോറ്റി വളർത്തുകയല്ല. തടി വ്യാപാരം ചെയ്യുന്ന കുടകിലും അസൈനാർക്ക് ചില രീതികളുണ്ട്. ഒരു മരം മുറിക്കുമ്പോൾ 10 തൈകൾ നടും. ചെടിയൊന്നിന് 250 രൂപ വനം വകുപ്പിൽ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥ കൃത്യമായി പാലിക്കും. ഇക്കൊല്ലം 1.5 ലക്ഷം പേരത്തൈകൾ വിതരണം ചെയ്യാനും പദ്ധതിയുണ്ട്. കാഞ്ഞിരോട്, മുണ്ടേരി വില്ലേജുകളിൽ ഒരു വീട്ടിൽ 2 എണ്ണം വീതം നൽകും. ഒന്നിൽ കായ്ക്കുന്നതെല്ലാം വീട്ടുകാർക്ക്, ഒന്നിൽ കായ്ക്കുന്നതെല്ലാം കിളികൾക്ക്. അതാണ് ഉടമ്പടി. ഭൂമിയും ഭൂമിയിലുള്ളതുമെല്ലാം നമുക്കു വേണ്ടി തന്നെയാണ്. പക്ഷെ നമുക്കു ശേഷവും അതെല്ലാം ഇവിടെ അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസൈനാരെ മാതൃകയാക്കാം.